ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും പോലീസ് സ്റ്റേഷനുകളിലെ ജോലിഭാരം കുറയ്ക്കാൻ ADGPയുടെ ഇടപെടൽ. അനാവശ്യ പ്രൊഫോമുകൾ അയച്ച് പോലീസ് സ്റ്റേഷനുകളിൽ ജോലിഭാരം കൂട്ടരുതെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ നിർദ്ദേശം നൽകി. പോലീസുകാർക്കിടയിൽ ആത്മഹത്യയിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, പോലീസ് സേനയിലെ പ്രശ്നങ്ങൾ, പോലീസുകാരുടെ മാനസിക പ്രശ്നങ്ങൾ, ആത്മഹത്യ, ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നൊരു അവസരത്തിൽ കൂടിയാണ് ജോലിഭാരം കുറയ്ക്കാനായിട്ടുള്ള ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള വാർത്ത വരുന്നത്. എന്താണ് പുതിയ നിർദ്ദേശം, എങ്ങനെ നടപ്പിലാക്കും? പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ തന്നെയാണ്. കാരണം സംസ്ഥാന പോലീസ് സേനയിൽ ആത്മഹത്യ പ്രവണത വർദ്ധിക്കുന്നു. ഒരുപാട് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ 5 പോലീസുകാരാണ് കേരള പോലീസിലെ ആത്മഹത്യ ചെയ്തത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ 30 ദിവസത്തിനകം ഈ ആത്മഹത്യ സംബന്ധിച്ചുള്ള നടപടികൾ എടുത്ത ശേഷം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുമുണ്ട്. ജൂലൈ 24-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം ഈ ആത്മഹത്യാ പ്രവണത, പോലീസിലെ ആത്മഹത്യാ പ്രവണതയെ സംബന്ധിച്ച് പരമ്പര ചെയ്തിരുന്നു. ഈ പരമ്പര അടക്കം പരിഗണിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. അതിനിടയിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കാനുള്ള ചില നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ അയച്ചിരിക്കുന്നത് ഒരു സർക്കുലറാണ്. അനാവശ്യ പെർഫോമുകൾ അയച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ MR അജിത് കുമാർ സർക്കുലർ മുഖാന്തരം നൽകിയിരിക്കുന്ന നിർദ്ദേശം. സാധാരണ പോലീസ് സ്റ്റേഷനുകളിൽ ഒരുപാട് ഈ DCRB എന്നൊക്കെയുള്ള പെർഫോമുകൾ വന്ന് ഈ ക്രൈം കണക്കുകളൊക്കെ കണക്ക് കൂട്ടി പറയാനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരും. അപ്പോൾ അതൊക്കെ വലിയ ഈ കേസെഴുത്തിൻ്റെയും FIR ഇടുന്നതിൻ്റെയും ഒക്കെ ഇടയിൽ അതൊരു ജോലിഭാരമാണ്. അപ്പോൾ അത് നിയന്ത്രിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ADGPയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അനന്തൻ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു പരമ്പര ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ മാനസിക പ്രശ്നങ്ങൾ, ആത്മഹത്യയെ സംബന്ധിച്ച് ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഒരു വർഷം മുൻപ് അനന്തൻ സമാനമായിട്ടുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. അന്നും നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അമിത ജോലിഭാരം, മാനസിക സംഘർഷങ്ങളെ പറ്റിയൊക്കെയും ചർച്ച ചെയ്യുകയും വാർത്തയെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതായത് നിലവിൽ നമുക്കറിയാം യോഗ പോലുള്ള പലതരത്തിലുള്ള മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള പല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ജോലിഭാരം കാരണമാകുന്നു എന്നുള്ളൊരു കണക്കുകൂട്ടലിലേക്ക് എത്തുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ പോലീസിനുള്ളിലെ ആത്മഹത്യ. അത് ജോലി സമ്മർദ്ദം മൂലമുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ മൂലമുണ്ട്, പല കാരണങ്ങളുണ്ട്. പക്ഷേ മറ്റ് കാരണങ്ങൾ ആ കാരണങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് ഈ അമിതമായ ജോലി സമ്മർദ്ദവും ഒപ്പം തന്നെ മേലുദ്യോഗസ്ഥരുടെ ധിക്കാരപരമായ ഇടപെടലുമൊക്കെയാണ് എന്നുള്ള പല രീതിയിലുള്ള പഠനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ പലതവണ മാതൃഭൂമി ന്യൂസ് തന്നെ ഈ ആത്മഹത്യാ പ്രവണതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിട്ടുണ്ട്. അപ്പോഴൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി എന്ന് പറയുന്നത് പോലീസുകാർക്ക് യോഗ ഏർപ്പെടുത്തുക, അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കൗൺസിലിംഗ് ഏർപ്പെടുത്തുക എന്നൊക്കെയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പര്യാപ്തമല്ല എന്നുള്ള അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ 5 പോലീസുകാർ കൂടി ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ നമ്മൾ വാർത്ത പരമ്പരയൊക്കെ നൽകിയ ശേഷം കാര്യക്ഷമമായ ഒരു ഇടപെടലിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് ഉടൻ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല സ്വമേധ കേസും എടുത്തിട്ടുണ്ട്. ഏതായാലും അതിനൊപ്പം തന്നെ ഇപ്പോൾ ADGPയുടെ ഭാഗത്ത് നിന്ന് ഈ പോലീസ് സ്റ്റേഷനിലെ ജോലിഭാരം കുറയ്ക്കാനുള്ള ഒരു പ്രാരംഭ നടപടിയെങ്കിലും ആരംഭിച്ചത്, അത്തരം നടപടികളിലേക്ക് കടന്നത് ആശ്വാസകരമാണ്.